നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു സ്നാക്ക് ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. ഏത്തപ്പഴം വെച്ചുള്ള ഒരു സ്നാക്കാണ് നമ്മളിന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഏത്തപ്പഴം ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ഏത്തപ്പഴമാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് ഏത്തപ്പഴം ചെറുതായിട്ട് നുറുക്കിയെടുത്തതാണ്. പിന്നീട് നമുക്ക് വേണ്ടത് 2 ഏലക്ക വേണം. അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് തേങ്ങ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ സ്നാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം അതിലൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ചൂടായി വന്ന ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ നുറുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ നെയ്യിൽ ഈ ഏത്തപ്പഴത്തിനെ ഒന്ന് വിളയിച്ചെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഇതിട്ട ശേഷം നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ട് ഇളക്കിയെടുക്കുക. നെയ്യ് എല്ലാ ഭാഗത്തോട്ടും ആകുന്നത് വരെ ജസ്റ്റ് അതിനൊന്ന് ഇളക്കിയെടുക്കുക. ഒരു മിനിറ്റോളം നമ്മൾ അതിനൊന്ന് നെയ്യിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതൽ നെയ്യ് വേണമെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് കൂടുന്തോറും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് വളരെ എളുപ്പം തന്നെ ഏത്തപ്പഴം വീട്ടിലുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു സ്നാക്കാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഏത്തപ്പഴമൊക്കെ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ഇവിടെ 3/4 കപ്പ് ഞാൻ എടുത്ത് കുഴച്ചത് മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. ശർക്കരയാണെന്ന് വെച്ചാൽ ഉരുക്കി അത് പാനിയാക്കിയ ശേഷം അത് അരിച്ചെടുത്തിട്ട് നമുക്കതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നമ്മൾ ആ പഴമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാരയ്ക്ക് കുറച്ച് മെൽറ്റായി വരുമ്പോഴത്തേക്ക് ആ മെൽറ്റായി വരുന്ന ആ വെള്ളത്തിൽ കിടന്നിട്ട് കുറച്ചുകൂടെ കുക്കാവും നമ്മുടെ പഴം. അപ്പോൾ അതിപ്പോൾ ഏകദേശം എല്ലാ പഞ്ചസാരയും മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ പഴമൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി അതുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്നത് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ആ തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പം നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പഞ്ചസാര ഇട്ട് കൊടുത്തത്. അപ്പോൾ കുറച്ച് മധുരം വേണമെന്ന് വെച്ചാൽ കുറച്ച് മാത്രം പഞ്ചസാര നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി നമുക്ക് വ്യത്യാസം കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ പഴവും ആ പഴത്തിൻ്റെ കൂട്ടും പഞ്ചസാരയും തേങ്ങയും എല്ലാം കൂടെ ആയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഏലക്ക തോട് മാറ്റിയ ശേഷം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഏലക്ക പൊടിച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നെ അതിൻ്റെ മണികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ആ നെയ്യിൽ ഈ പഴവും ഏലക്കയും തേങ്ങയും പഞ്ചസാരയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടണം. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് വെന്ത ശേഷം നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇല്ല വെച്ചാൽ ഇത് ആറിയ ശേഷം തണുത്ത ശേഷം നമുക്കിതിനൊന്ന് മിക്സിയിലെടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിവിടെ സ്പൂൺ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് സ്മാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഇവിടെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ അത് തണുക്കാനായിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ബൗളിലോട്ട് മാറ്റി വെച്ചു. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ചെറിയ ചൂടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നല്ല നമുക്ക് പാകമാണ് കൈ വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പകുതിയോളം ഗോതമ്പ് മാവ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 1 കപ്പാണ് എടുത്തത്, അതിലൊരു പകുതി കപ്പോളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്ന് വെച്ചാൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു കളർ ചേഞ്ചിന് വേണ്ടി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്ന് വെച്ചാൽ ചേർത്താൽ മതി കേട്ടോ. അതില്ലാന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചൂടിൻ്റെ പാകം അനുസരിച്ച് ജസ്റ്റ് ഒന്ന് വിട്ട് നമ്മൾ കൈ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാവിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കറക്റ്റായിട്ട് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു തിക്നെസ്സിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ തേച്ച ശേഷം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഏത് ഷേപ്പിൽ വേണമെന്ന് വെച്ചാലും നമുക്കതിനെ പരത്തിയെടുക്കുകയോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബോൾസാക്കി ഉരുട്ടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന മാതിരിയുള്ള ഒരു വലുപ്പത്തിലോട്ട് ഉരുട്ടിയ ശേഷം നമ്മളതിനെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം.
അങ്ങനെ നമ്മൾ ഈ കൂട്ടിൽ നിന്ന് എല്ലാ ബോൾസും പ്രിപ്പയർ ചെയ്ത ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ടാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവിയ ശേഷം നമ്മൾ ബോൾസ് ആക്കുമ്പോഴത്തേക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല, മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അതുകൊണ്ടാണ് എണ്ണ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എല്ലാ ബോൾസും ഇവിടെ നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു വലുപ്പത്തിലേക്ക് ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിപ്പോൾ പരത്തിയെടുക്കണം വെച്ചാൽ കട്ട്ലറ്റ് മാതിരി നമുക്ക് പരത്തിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്, സെയിം ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ആകൃതിയിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കിയിട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ആദ്യം ഒരു 4 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് സോഡാപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ചിലപ്പോൾ ഇത് വീർത്ത് വരത്തില്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ സ്പേസ് ശരിയായി വരില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിവിടെ 4 എണ്ണം ആഡ് ചെയ്ത് കൊടുത്തത്. ജസ്റ്റ് ഇതിനൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും. നമ്മൾ ഒക്കെ നന്നായിട്ട് കുക്കായി കിട്ടണമല്ലോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് എല്ലാ സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ബോൾസ് എല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട്. എല്ലാം യൂണിക്കായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. നല്ല ഈവനായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേ കളറൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം വറുത്തെടുത്തതാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബനാന ബോൾ സ്നാക്കാണ് ഇന്നിവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ആകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 2 ഏത്തപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് ഗോതമ്പ് മാവും തേങ്ങയും കൂടെ ചേർത്തിട്ട് എളുപ്പത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് മധുരമൊക്കെ ഉള്ളത് കാരണം കുട്ടികളും കഴിക്കാൻ താല്പര്യം കാണിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്